ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിനു മുൻപ് ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് 4 ഓഫ് കപ്സ് കാർഡാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജിയാണ്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിച്ച് ഒത്തിരി വേദനിച്ചിരുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ സെപ്പറേഷനിലാണെന്ന് ഈ കാർഡ് പറയുകയാണ്. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്ന് ഈ കാർഡ് പറയുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ചുറ്റും 4 കപ്സ് ആണുള്ളത്. നിങ്ങളുടെ ഇമോഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. 3 കപ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലി, കരിയർ, നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെയാണ് കാണിക്കുന്നത്. ഇതെല്ലാം നിങ്ങളിലേക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തതുപോലെ തോന്നുകയാണ്. നിങ്ങളുടെ പേഴ്സണെ നഷ്ടമായതുപോലെ തോന്നുകയാണ്. അവരെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളെ വളരെയേറെ വേദനിപ്പിക്കുന്നു എന്ന് ഈ കാർഡ് പറയാണ്. ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നത്, ഞാനും എൻ്റെ പേഴ്സണും തമ്മിൽ സെപ്പറേഷൻ ആവാൻ കാരണം ഞാൻ തന്നെയാണോ? എൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള പ്രവൃത്തിയാണോ? അങ്ങനെ വളരെയേറെ ചിന്തിച്ചു കൂട്ടുന്ന നിങ്ങളുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ നിങ്ങൾ വിഷമിച്ചിരുന്ന നിമിഷങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. പാസ്റ്റിനെയാണ് പറയുന്നത്. നിങ്ങൾ അനുഭവിച്ച ആ ഒരു സമയത്തെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. ഇവിടെ നെക്സ്റ്റ് കാർഡ് 3 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സിബ്ലിങ്സുമായിട്ടുള്ള നല്ല നിമിഷങ്ങളെയാണ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ ആ ഒരു സമയത്ത്, നിങ്ങൾ ഒറ്റപ്പെട്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് കൂട്ടായിട്ട് വന്നിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ സമാധാനിപ്പിച്ചിട്ടുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ മനസ്സില്ലാ മനസ്സോടെ എൻജോയ് ചെയ്തിരുന്ന ആ ഒരു സമയത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ അങ്ങനെ ഹീലാക്കി കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ തോറ്റുകൊടുക്കേണ്ട ഒരു വ്യക്തിയല്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്താലേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ എന്നുള്ള തിരിച്ചറിവ് നിങ്ങളിലേക്ക് വന്ന ആ ഒരു നിമിഷത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഹീലാകുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ പവർഫുൾ വിഷനിലേക്ക് എത്തിയത് എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. കാരണം അടുത്ത കാർഡ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളൊരു മാറ്റത്തെയാണ് കാണിക്കുന്നത്. സൺ കാർഡ്. നിങ്ങൾ ഹീലാകുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ, സെൽഫ് ലവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം വന്നു. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ നോക്കി കാണുന്നു. ഇൻസ്പിറേഷൻ വന്നിട്ടുള്ള നിങ്ങളുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ തന്നെ ആക്ഷൻ എടുത്താലേ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാകൂ എന്നുള്ള തിരിച്ചറിവ് വന്ന നിങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ നിങ്ങളുടെ ആ ഒരു പവറിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. നിങ്ങൾ സ്വയം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹാപ്പിയാണ്, എനിക്ക് ഈ ജീവിതം തന്നത് യൂണിവേഴ്സിനോട് ഞാൻ താങ്ക് യു പറയാണ്, എന്നിലേക്ക് തിരിച്ചറിവ് തന്ന ആ യൂണിവേഴ്സിനോട് ഞാൻ താങ്ക് യു പറയാണ്. അങ്ങനെ നിങ്ങൾ തിരിച്ചറിവ് വന്നുകൊണ്ട് സന്തോഷിക്കുന്ന നിമിഷത്തെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ജോയ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളിലെ നല്ല നിമിഷങ്ങളെ ഇവിടെ കാണിച്ചു തരാണ്. നിങ്ങളിലേക്ക് വന്ന മാറ്റത്തെ ഇവിടെ കാണിച്ചു തരാണ്. നെക്സ്റ്റ് കാർഡ് 3 ഓഫ് വാൻഡ്സ് കാർഡാണ്. അതും റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു നിമിഷങ്ങൾക്ക് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ഇടാണ്. ആ ഒരു സ്വപ്നത്തെ സ്റ്റോപ്പ് ഇടാണ്. ആ ഒരു കാര്യം നിങ്ങളിലേക്ക് ഡിലേ മാത്രമേ വരുത്തിയിട്ടുള്ളൂ. കുറേ നാൾ നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു, പക്ഷേ ഡിലേ ആണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ ഒരു കാര്യത്തെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൊടുക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നത്, എൻ്റെ സ്വപ്നങ്ങൾ വഴി മധ്യയാണ്. അത് എന്നിലേക്ക് എത്തണമെങ്കിൽ ഞാൻ തന്നെ ആക്ഷൻ എടുക്കണം. യൂണിവേഴ്സായിട്ട് തന്നെ എന്നിലേക്ക് ബ്ലെസ്സിങ്സ് കൊണ്ടുവരണം. നിങ്ങളായിട്ട് തന്നെ ആക്ഷൻ എടുക്കുന്ന ആ ഒരു നിമിഷത്തെ ഇവിടെ കാണിക്കുകയാണ്. നിങ്ങൾ താൽക്കാലികമായിട്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു സ്വപ്നം, അതിനൊരു സ്റ്റോപ്പ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് സെൽഫ് ലവ് ആണ്, നിങ്ങളുടെ ഫ്യൂച്ചറാണ് നോക്കുന്നത്. നെക്സ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് സോർട്സ് കാർഡാണ്. ഇവിടെ ഒരു തോട്ട് ലീഡറെയാണ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങൾ എക്സലൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേറ്റർ ആണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. മാത്രമല്ല നിങ്ങൾ ഹോണസ്റ്റ് ആയിട്ടൊരു വ്യക്തിയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. സത്യം എന്താണോ അവിടെ നിൽക്കാനായിട്ട്,
അല്ലെങ്കിൽ സത്യത്തെ മുറുകെ പിടിക്കുന്ന നിങ്ങളുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ മുന്നോട്ടിറങ്ങിയാലേ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്താലേ ഇവിടെ സക്സസ് ഉണ്ടാകൂ എന്നുള്ള തിരിച്ചറിവാണ് കാണിക്കുന്നത്. നിങ്ങളിലെ ആക്ഷനെയാണ് കാണിക്കുന്നത്. ന്യൂ വിസ്ഡമാണ് പറയുന്നത്. ഇവിടെ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, ക്ലാരിറ്റി കിട്ടാനുണ്ട്. ആ ഒരു ക്ലാരിറ്റി കിട്ടിയാലേ നിങ്ങൾ അവരെ ലൈഫിലേക്ക് സ്വീകരിക്കൂ എന്നുള്ള തീരുമാനത്തെ കാണിക്കുന്നു, ഉറച്ച നിലപാടിനെ കാണിക്കുന്നു. നെക്സ്റ്റ് കാർഡ് 6 ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ആ ഒരു മാറ്റത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് പറയാണ്. ഹെൽപ്പ് അറൈവിങ് അറ്റ് ദി പെർഫെക്റ്റ് ടൈം. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിലേക്ക് വരുന്ന യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തുകയാണ്. എവിടെ നിന്നോ ഒരു ശക്തിയുള്ളതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ്. ഏതൊരു തീരുമാനമെടുക്കാനും നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നു എന്ന് ഇവിടെ കാണിച്ചു തരികയാണ്. ഒരു വിഷമ കാലഘട്ടം നിങ്ങളിൽ ഉണ്ടായിരുന്നു, ഒരു സ്റ്റക്ക് എനർജി നിങ്ങളിലേക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ തിരിച്ചറിയുന്നത് ഏതൊരു വിഷമമാണെങ്കിലും ആ ഒരു കാലം എന്ന് പറയുന്നത് വളരെ കുറച്ച് കാലത്തേക്കുള്ളൂ. എല്ലാത്തിനും ഒരു അവസാനമുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരാനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു, അതിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ നിങ്ങളിലെ സെൽഫ് ലവിനെ, നിങ്ങളെന്ന വ്യക്തിയുടെ വാല്യൂ സ്വയം മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മളുടെ വാല്യൂ നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞാലേ ഇവിടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവുള്ളൂ. നമ്മളുടെ വാല്യൂ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം, നമ്മളെ സോളിനെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുന്ന നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നു. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നു. അൺകണ്ടീഷണൽ ലവ് അവർക്ക് ഫീൽ ചെയ്യുന്നു. ഒരു ന്യൂ കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളാണ് പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന് അവർക്ക് തിരിച്ചറിവ് വരികയാണ്, ഒരു റിയലൈസേഷൻ വരികയാണ്. ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തി അവരെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. അവർ എപ്പോഴും നിങ്ങളെ വേദനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളവരെ സ്നേഹിച്ചു ചെല്ലുമ്പോൾ, നിങ്ങളവരെ കോൾ ചെയ്യുമ്പോൾ അവോയ്ഡ് ചെയ്തിരുന്ന നിങ്ങളുടെ പേഴ്സണ് തിരിച്ചറിവ് വരികയാണ്. ഞാൻ എത്രയാണ് അവരെ വേദനിപ്പിച്ചിട്ടുള്ളത്, എന്നിട്ടും അവരെനിക്ക് സ്നേഹം മാത്രമാണ് തന്നിട്ടുള്ളത്. ഇവിടെ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നത് അവരില്ലാത്തൊരു ലൈഫ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എൻ്റെ പേഴ്സണിലേക്ക് ഞാൻ മടങ്ങിപ്പോയാലേ എൻ്റെ ലൈഫ് പൂർണ്ണതയിലെത്തുള്ളൂ, എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളില്ലാത്ത ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് വളരെ ശൂന്യമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയാണ്. നിങ്ങളുമൊത്തുള്ള നല്ല നിമിഷങ്ങൾ അവർ ഓർത്തെടുക്കുകയാണ്. ഏസ് ഓഫ് സോർട്സ് കാർഡ് പറയുന്നത് അവരുടെ ലക്ഷ്യത്തെയാണ്. അവർ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ന്യൂ ഐഡിയ അവർ ലൈഫിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ക്ലാരിറ്റി നിങ്ങളിലേക്ക് തരാൻ പോവാണ് അവർ. നിങ്ങൾ ചോദിച്ച ഓരോ ചോദ്യത്തിനുമുള്ള ഉത്തരം അവർ തരാൻ പോവാണ്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷനാണ് കാണിക്കുന്നത്. നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തത തരാൻ പോവാണ്. ബ്രില്യൻറ്റ് മൊമെന്റ് ഓഫ് ക്ലാരിറ്റി എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു നിമിഷത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങൾ എത്തിക്കുകയാണ്. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഫ്യൂച്ചർ നല്ലതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുക. അവിടെ പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് ആണ് ആവശ്യം. സെൽഫ് ലവ് ചെയ്യുന്ന നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സന്റെ മാറ്റമാണ് കാണിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് കറന്റ് ഫീലിംഗ്, കറന്റ് എനർജി എന്ന് പറയുന്നത് ട്രീ ഓഫ് പെൻഡക്കിൾ ആണ്. ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളും അവരും നിങ്ങളുടെ സുഹൃത്തുക്കളും ഒത്തുള്ള നല്ല നിമിഷങ്ങളെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ടീം വർക്കാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ഒരു സന്തോഷ നിമിഷത്തിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് എത്തിക്കുകയാണ്. പാസ്റ്റിൽ നിങ്ങൾ എങ്ങനെയായിരുന്നോ സന്തോഷിച്ചിരുന്നത്, അതുപോലെ നിങ്ങളിലേക്ക് ഫ്യൂച്ചർ തരാൻ പോവാണ്. ഒരു മാജിക് സംഭവിക്കാൻ പോവാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സുഹൃത്തുക്കളുമായിട്ടുള്ള നല്ല നിമിഷങ്ങളെ ഇവിടെ കാണിച്ചു തരാണ് നിങ്ങളിലേക്ക്. അതോടൊപ്പം പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്. പെൻഡക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് പ്രോഗ്രസ് വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷ നിമിഷത്തിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് എത്തിക്കുകയാണ്. നിങ്ങളിപ്പോൾ സെൽഫ് ലവ് ചെയ്യാണ്, താൽക്കാലികമായിട്ട് മാറി നിൽക്കുകയാണ്, നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഫോക്കസ് ചെയ്യാണ്. ആ ഒരു നിമിഷത്തിൽ എന്താണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്, എന്താണ് നിങ്ങളോട് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? നമുക്ക് ഓറക്കിൾ ഡെക്ക് നോക്കാം. ഇവിടെ 3 ഓറക്കിൾ ഡെക്കാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ കാർഡ് പറയുന്നത് ഡേ ഡ്രീമിംഗ് എന്നാണ്. ഐ എം ഓൾവേസ് ലോഗിങ് ഫോർ യു.
ഞാൻ നിന്നെ ആഗ്രഹിക്കുകയാണ്, ഞാൻ നിന്നെ കൊതിക്കുകയാണെന്ന് അവർ പറയുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ പകൽ സ്വപ്നം കാണാണ്, നിങ്ങളെ പകൽ സ്വപ്നം കാണാണ്. സെക്കൻഡ് കാർഡ് ഇൻസെപ്പറബിൾ എന്നാണ് പറയുന്നത്. അവർ ലവ് ഈസ് ഓൾവേസ് ദർ ഡിസ്പൈറ്റ് ദി ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. നമ്മുടെ സ്നേഹം ഇവിടെ തന്നെയുണ്ട്, നമ്മൾ എത്ര അകലെയാണെങ്കിലും ആ ഒരു സ്നേഹം ഇവിടെ തന്നെയുണ്ട്, അത് ആർക്കും പിരിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയാണ്. നെക്സ്റ്റ് കാർഡ് കോൺവെർസേഷൻ ആണ് പറയുന്നത്. ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. കോണ്ടാക്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ ശബ്ദം കേൾക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഒറക്കിൾ ഡെക്ക് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുകയാണ്, നിങ്ങളെ മറക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല എന്ന് ഈ കാർഡ്സ് പറയാണ്. ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.